ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർട്ടിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനിന്ന് ഗെറ്റ് റെഡി ഫോർ ആണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാനാണ്. സോ നമുക്ക് ചെയ്താൽ ഫസ്റ്റ് തന്നെ എനിക്ക് പൗഡർ ഇടണം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇടുന്നത് പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡറാണ്. ഇത് കൊച്ചു കുട്ടികൾക്ക് നല്ലതാണ്. മീഷോയിൽ ഇതും ഇതിൻ്റെ ബ്രൗൺ ഷെയ്ഡും 280 രൂപയ്ക്ക് ഓഫറായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പച്ചയ്ക്ക് വാങ്ങിച്ചു. ഞാനിത് ഏകദേശം നന്നായിട്ട് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മൾ ഫേസിലോട്ട് ചെയ്ത് കേട്ടോ. ഇത് മീഷോയിൽ 2 ഷെയ്ഡ്സിലാണ് അവൈലബിൾ. കറക്റ്റായിട്ടിരിക്കില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് കരി ഇടാം. ഗൈസ്, അമ്മ ക്യാമറമാനാണ്. എനിക്ക് നിന്ന് സഹായിച്ചു വരുന്നതാണ്. അതിൻ്റെ സൗണ്ടാണ് ഇപ്പം കേട്ടത്. ഹിമാലയൻ്റെ കാജലാണ് കേട്ടോ ഇടുന്നത്. ഇത് നല്ല ഒരു ക്വാളിറ്റി ഉള്ളതാണ്. ഇതാണെങ്കിൽ കുറേ നേരം നിൽക്കുകയും ചെയ്യും, നന്നായിട്ട് ഇരിക്കും കേട്ടോ. സോ ഇതും നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, അല്ലാതെ ഷോപ്സിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ രാമേന്ദ്രൻ വാങ്ങിച്ചതാണ്. നന്നായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിൽ കരിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇനി എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രേയും വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ഷർട്ടാണ്. പിന്നെ 2 സൈഡ് ഇങ്ങനെ ഫാഷനിലായിട്ട് കിടപ്പുണ്ട്. പിന്നെ എനിക്ക് നല്ല അതിനോട് മാച്ച് ആവുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ടുള്ള ഒരു പാൻറ്റും കൂടിയാണ് ഇട്ടിരിക്കുന്നത്. ജീൻസാണ്. സോ നമുക്കിനി അടുത്തത് ലിപ് ബാം ഇടാം. ഇത് ഞാൻ ഇതേ ഉള്ളൂ ഗൈസ്. ഇന്നലെ വാങ്ങിച്ച ഒരു ലിപ് ബാം കൂടെ ഉണ്ട്. ഫസ്റ്റ് ഇത് ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിട്ടില്ലെങ്കിൽ എൻ്റെ ചുണ്ട് പോകും. ഇത് നന്നായിട്ട് നിൽക്കും ഗൈസ്. ഉണ്ടോ? നല്ല ഓയിലി ആയിട്ടുണ്ട്. ഇന്നലെ വാങ്ങിച്ച ലിപ് ലാവിൻ്റെ ലാക്മീൻ്റെതാണ്. ഇത് നല്ലതാണ്. ഇതിൻ്റെ റെഡ് ഷെയ്ഡ് എന്തെങ്കിലും ഓൾറെഡി ഉണ്ടായിരുന്നു. അതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. സോ അത് തീർന്നപ്പോൾ ഞാൻ ഈ ലിപ് ലാവിൻ്റെ പിങ്ക് ഷെയ്ഡ് വാങ്ങിച്ചത്. ഇത് നോക്കാം, നല്ല മണമുണ്ട്. സ്ട്രോബെറിയാണ്. നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? പിങ്ക് ഷെയ്ഡ് ലിപ് ലവ് ആണ്. ഇത് വാങ്ങാൻ കിട്ടും. ഇതാണ് എനിക്കിഷ്ടമുള്ള പൊട്ട്. സോ ഇന്ന് ഞാൻ ബ്ലാക്ക് ഇടുകയാണ്. ബ്ലാക്ക് പൊട്ടാണ് കുറച്ചും കൂടെ നല്ലത്. ഏത് പൊട്ടാണോ നല്ലതെന്ന് കളർഫുൾ പൊട്ടാണോ അതോ ഈ ബ്ലാക്ക് പൊട്ടാണോ എന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഇച്ചിരി തുറക്കാൻ ഇച്ചിരി പാടാണ്. സോ ഗൈസ്, ഞാൻ മേക്കപ്പ് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുടി വയ്ക്കാനോ. എൻ്റെ കയ്യിലുള്ള സെലക്ഷൻസ് ഞാൻ കാണിച്ചത് എൻ്റെതും അമ്മയുടേതുമായിട്ടുള്ള സെലക്ഷൻസ്. ഇതിൽ ഒരുപാട് സ്ലൈഡ് സെലക്ഷൻ ഉണ്ട്. ഇതെല്ലാം അമ്മ എനിക്ക് വാങ്ങിച്ച് അമ്മയ്ക്കും വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക്
നമുക്കിനി ഇച്ചിരി ഭാഗം വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം. കാറ്റായി. ഇനി നമുക്ക് ഞാൻ ചെങ്കോത്ത് പോയപ്പോൾ സ്ക്രഞ്ചീസ് കാണിച്ച് അതും കൂടെ ബ്ലൂ കളർ സ്ക്രഞ്ചീസ്. ഇത് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ഇതിലുണ്ട്, മാച്ചല്ലേ. പിന്നെ ഒരു കാര്യം ഉള്ളത് പിങ്ക് കളർ എൻ്റെ ജീൻസിന് മാച്ചായിട്ടുള്ള കമ്മലാണ് ഇട്ടിരിക്കുന്നത്. സോ ഇനി നമുക്ക് ബോയും ഇടാം. ഏതാണ് ഇന്ന് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് തൊപ്പുട്ടനെയാണ്. സോ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. എന്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു തൊപ്പിയും കൂടെ വെച്ചു. സോ ഇതാണ് ഫൈനൽ ലുക്ക്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടോ, ഇഷ്ടപ്പെട്ടോ? ഇനി ബാക്കി നമുക്ക് മാളിൽ പോയിട്ട് കാണാം ഗൈസ്. റെഡി ഫോർ അല്ല, അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ മാളിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നതും കൂടെ എടുക്കാം ഗൈസ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാം വാങ്ങുന്നെങ്കിൽ വാങ്ങിച്ചോ. സോ നമുക്കിനി മാളിൽ പോയിട്ട് കാണാം. സ്റ്റുഡിയോയിൽ കയറി. ഇവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട് അത് കാണിച്ചു തരാം. ഏതാണ് പിക്ക് ചെയ്തേന്ന് കേട്ടോ. ഇതാണിപ്പോൾ ഷർട്ടായിട്ട് എടുത്തിരിക്കുന്നത് ഗൈസ്. അങ്ങനെ സ്റ്റുഡിയോയിൽ നമ്മൾ കയറി കുറേ കളക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സെലക്ട് ചെയ്തിട്ട് പറയാം. സ്റ്റുഡിയോയിൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇനി മാക്സിൽ പോയിട്ട് കാണാം. നമ്മൾ മാക്സിലെത്തി. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. കുറേ ബാഗും ചോയ്സും